കർഷകർക്ക് നിരാശ നൽകിയ ഏലക്ക വില താഴേക്ക്. കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് 800 രൂപയോളമാണ് ഏലക്കായ്ക്ക് വില ഇടിഞ്ഞത്. വില വർദ്ധിക്കുമെന്ന് കരുതി ഏലക്ക സംഭരിച്ചിട്ടുള്ള കർഷകർക്ക് വിലയിടിവ് വലിയ നിരാശ നൽകുന്നുണ്ട്. വൻകിട വ്യാപാരികൾ കൃത്രിമമായി വില ഇടിക്കുന്നതാണെന്ന് കർഷകരും ചെറുകിട വ്യാപാരികളും ആരോപിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനവും ഉയർന്ന ചൂടും ഏലക്ക ഉൽപാദനത്തിലും കൃഷിയിലും വ്യാപകമായ കുറവുണ്ടായിട്ടും ദിവസമെന്നോണം മാർക്കറ്റിൽ ഏലക്ക വില താഴുകയാണ്. വൻകിട വ്യാപാരികൾ കൃത്രിമമായി വില ഇടിക്കുന്നതാണെന്ന് കർഷകരും ചെറുകിട വ്യാപാരികളും ആരോപിക്കുന്നു. വിളവ് ഗണ്യമായി കുറഞ്ഞിട്ടും ലേലകേന്ദ്രങ്ങളിൽ ലേലത്തിനെത്തിക്കുന്ന ഏലക്കായ്ക്ക് കുറവ് വന്നിട്ടില്ല. ലേലകേന്ദ്രങ്ങളിൽ റീപോളിംഗ് നടത്തി ലഭ്യത ഉയർത്തിക്കാട്ടിയും ഗുണനിലവാരം കുറഞ്ഞ കായ പതിച്ചും വില ഇടിക്കുന്ന തന്ത്രമാണ് വൻകിട വ്യാപാരികളും ഓപ്ഷൻ കേന്ദ്രങ്ങളും ചേർന്ന് നടത്തുന്നതെന്നാണ് ആരോപണം. വിപണനവും ലേലവും നിയന്ത്രിക്കേണ്ട സ്പൈസസ് ബോർഡ് വിഷയത്തിൽ ഇടപെടാതെ നോക്കുകുത്തിയായി നിൽക്കുന്നുവെന്നും ആക്ഷേപമുണ്ട്. കിലോയ്ക്ക് 3200 രൂപ വിലയുണ്ടായിരുന്ന ഏലക്കായ്ക്ക് കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് 800 രൂപയോളം കുറഞ്ഞ 2000 രൂപയ്ക്കടുത്താണ് ശരാശരി കച്ചവടം നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം ഈ 60% ഏലം നശിച്ചു പോയിട്ടും ഈ വർഷം ഏതാണ്ട് 4000 മുതൽ 9000 രൂപ വരെ വില വരുമെന്നൊക്കെയാണ് ഈ ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സാഹചര്യത്തിൽ 4000 വരെയും സീസണിന്റെ ആദ്യത്തിൽ സമയത്ത് വന്നെങ്കിലും പിന്നീട് താന്ന് വന്ന് ഇപ്പോൾ ഓഫ് സീസണാണ്. ഇപ്പം കായെടുക്കാനുള്ള ഒരു തോട്ടത്തിലും കായെടുക്കാനില്ല. എല്ലാ മേഖലയിലും ഉണക്ക് നന്നായിട്ട് ബാധിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ വില കിട്ടേണ്ട ഒരു സാഹചര്യത്തിൽ ഇന്ന് വളരെ മോശമായ അവസ്ഥയിൽ 2400 രൂപ വരയ്ക്ക് താഴോട്ട് ഏലക്ക വില വന്നിരിക്കുകയാണ്. അടുത്ത വർഷവും ഇത് തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നത്. കാരണം നമുക്കറിയാം, ഇവിടെ ഈ കാണുന്ന പോലെ ഇതിനകത്ത് ഇപ്പോൾ തന്നെ ചരമെല്ലാം വന്ന് ചരം പൂവിട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് 24 ഡിഗ്രി സെൽഷ്യസിൽ താഴെ നിന്നെങ്കിൽ മാത്രമേ ഏലക്ക നന്നായിട്ട് നല്ല ഗ്രോപ്പ് ഉണ്ടാകാൻ പറ്റുള്ളൂ. ആ സമയത്ത് ഇപ്പം നമ്മുടെ സമയത്ത് 29-30 ഡിഗ്രി സെൽഷ്യസ് ചൂട് നിൽക്കുക. അപ്പോൾ ഇത് ജൂൺ മാസം ആകുമ്പോഴത്തേക്കും ഇത് ചരമെല്ലാം മൂത്ത് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ മഴ പെയ്തിട്ടും ഏലക്ക ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാവുകയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത വർഷവും ഈ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഒരു 60-70% ഏലം നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. കാവല കൂടേണ്ടതാണ്. പക്ഷേ കൃഷിക്കാരുടെ ഇരിക്കുന്ന കായ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചതിന് ശേഷം വ്യാപാരികൾ വലിയ വിലയ്ക്കും അതുപോലെ സീസണിൽ വലിയ രീതിയിൽ ഓപ്ഷനിൽ കൊണ്ടുപോയി തരം തിരിച്ച് വെക്കുകയാണ്. അതുപോലെ തന്നെ ഓപ്ഷനിൽ നമ്മളറിയുന്നതാണെങ്കിൽ ഓപ്ഷനിൽ ഏറ്റവും മോശം കായാണ് ഓപ്ഷനിൽ വരുന്നത്. നല്ല കായെല്ലാം എക്സ്പോർട്ട് ചെയ്ത് മറ്റു വഴികളോടെ ഓൺലൈനിലൂടെ കയറുകയാണ്. വില വർദ്ധിക്കുമെന്ന് കരുതി ഏലക്ക സംഭരിച്ചിട്ടുള്ള കർഷകർക്ക് വിലയിടിവ് വലിയ നിരാശ നൽകുന്നുണ്ട്. വില വലിയ തോതിൽ ഉയർന്ന ശേഷം വിലയിടിയുമ്പോൾ കർഷകർ കിട്ടുന്ന വിലയ്ക്ക് ഏലക്കായ വിൽക്കാൻ നിർബന്ധിതരാകും. സാധാരണ കർഷകരുടെ സ്റ്റോക്ക് വൻകിടക്കാരുടെ പക്കൽ എത്തിക്കഴിയുമ്പോൾ വില വീണ്ടും ഉയർത്തി വൻകിടക്കാർ വൻ ലാഭം ഉണ്ടാക്കുന്ന രീതിയാണ് കാലങ്ങളായി നടന്നുവരുന്നത്. ഇതിൽ സ്പൈസസ് ബോർഡിന്റെ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം.